അമേരിക്കയും ഇറാനും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന വടംവലി എക്കാലത്തെയും ക്രൂരവും അപകടകരവുമായ ഒരു യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് നിലവിലെ അന്താരാഷ്ട്ര സംഭവങ്ങൾ നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ഉയർത്തിയ പുതിയ ഭീഷണികളും അതിന് അതേ നാണയത്തിൽ നൽകിയ ഇറാന്റെ ആഗ്നേയ മറുപടിയും ലോകരാഷ്ട്രങ്ങളെ ആകെ ഭീതിയിലായിത്തിരിക്കുകയാണ്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ പൂർണ്ണമായി അവസാനിക്കുകയും ഇരു രാജ്യങ്ങളും പാരസ്പരിക വിനാശകരമായ സൈനിക ഏറ്റുമുട്ടലിന്റെ വശങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന കാഴ്ചയ്ക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇറാന്റെ ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പാണ് നിലവിലെ സംഘർഷത്തിന് പെട്ടെന്നുള്ള തീപ്പൊരി പകർന്നിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന വലിയ പാലങ്ങൾ, വൈദ്യുത നിലയങ്ങൾ, ഊർജ സംഭരണശാലകൾ എന്നിവയെല്ലാം ആക്രമിക്കുമെന്നാണ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമ്പത്തികമായും സാമൂഹികമായും ഇറാനെ പൂർണ്ണമായും തളർത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് ട്രംപ് ഇത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് എത്തിച്ചേർന്നത് എന്നതും വ്യക്തമാണ്. വെറുമൊരു ഭീഷണി എന്നതിനപ്പുറം ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ അണുശക്തി കേന്ദ്രങ്ങളിലൊന്നായ പിക്കാക്സ് മലനിരകളിലെ സൈനിക താവളങ്ങളെയും തകർക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. ഉപരിതലത്തിൽ നിന്നുള്ള സാധാരണ ബോംബാക്രമണങ്ങൾക്കൊന്നും തകർക്കാൻ കഴിയാത്ത തരത്തിൽ മലനിരകൾക്കുള്ളിൽ ആഴത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതീവ സുരക്ഷിതമായ ഈ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണ ഭീഷണി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ തുറന്ന വെല്ലുവിളിക്ക് മുൻപിൽ ഒട്ടും പതറാതെ അതിശക്തമായ ഭാഷയിലാണ് ഇറാനിലെ മുതിർന്ന നേതാക്കൾ തിരിച്ചടിച്ചിരിക്കുന്നത്. അമേരിക്ക ഭാവനയിൽ പോലും കാണാത്ത തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ ഉന്നത സൈനിക രാഷ്ട്രീയ നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുൻപിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ലെന്നും ഏതൊരു ആക്രമണത്തെയും ശക്തമായി ചെറുക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ കാലിബാഫ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയത് അമേരിക്കൻ ആക്രമണത്തിന് പകരമായി കണ്ണിന് കണ്ണ് എന്ന നയത്തിൽ അധിഷ്ഠിതമായ തിരിച്ചടിയായിരിക്കും നൽകുക എന്നാണ്. അമേരിക്കൻ സൈന്യം ഇറാന്റെ സിവിലിയൻ മേഖലകളെ ലക്ഷ്യമിട്ടാൽ അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും നിർണായക താവളങ്ങൾ തങ്ങളും ലക്ഷ്യമിടുമെന്ന് അദ്ദേഹം അടിവരയിട്ടു പറഞ്ഞു. ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയും അമേരിക്കയ്ക്ക് കർശനമായി മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നയതന്ത്രത്തിന്റെ വാതിലുകൾ അടച്ച് സൈനിക ശക്തി കാണിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെങ്കിൽ അതിന്റെ അന്തിമ ഫലം അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ നീക്കങ്ങളെ കേവലം വാക്കുകൾ കൊണ്ട് നേരിടുന്നതിന് പകരം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുമെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഈ രണ്ട് പ്രമുഖ നേതാക്കളുടെയും പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് ഇറാൻ കേവലം ഒരു പ്രതിരോധത്തിന് മാത്രമല്ല, മറിച്ച് അമേരിക്കൻ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നേരിട്ട് ആക്രമണം നടത്താനുള്ള പദ്ധതികൾക്കും രൂപം നൽകിയിട്ടുണ്ടെന്നാണ്. യുദ്ധമുണ്ടായാൽ അത് ഇറാന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്നും മധ്യപൂർവേഷ്യയിലുടനീളമുള്ള അമേരിക്കൻ സ്വാധീന മേഖലകളെ അത് തകർത്തെറിയുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടം ഇറാന്റെ ഊർജ സിവിലിയൻ മേഖലകളെ ലക്ഷ്യമിടുന്നത് വഴി ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത്തരം ഒരു നീക്കം ഇറാനെ കൂടുതൽ ആക്രമണകാരികളാക്കി മാറ്റാനേ ഉപകരിക്കൂവെന്ന് മേഖലയിലെ യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർ നടത്തുന്ന തിരിച്ചടികൾ പ്രവചനാതീതമായിരിക്കും. പിക്കാക്സ് മലനിരകളിലെ നവീകരിച്ച ന്യൂക്ലിയർ ശൃംഖല തകർക്കുക എന്നത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭൂമിക്കടിയിൽ നൂറുകണക്കിന് അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഇത്തരം കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ വൻതോതിലുള്ള ആയുധശേഖരവും ദീർഘകാല സൈനിക നീക്കവും ആവശ്യമായി വരും. ഇതൊരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക മഹായുദ്ധത്തിലേക്ക് വഴി തുറക്കാനും സാധ്യതയേറെയാണ്. ഇറാന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് തങ്ങൾക്കെതിരെ ചെറിയൊരു നീക്കം ഉണ്ടായാൽ പോലും ഗൾഫ് മേഖലയിലുള്ള മുഴുവൻ US സൈനിക താവളങ്ങൾക്കും പശ്ചിമേഷ്യയിലെ അവരുടെ സഖ്യകക്ഷികൾക്കും നേരെ സമാനമായ വലിയ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നാണ്. റെഡ് സീ, പേർഷ്യൻ ഗൾഫ്, ഹോർമുസ് കടലുകൾക്ക് എന്നിവിടങ്ങളിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെയും ഇത് സാരമായി ബാധിക്കും. അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയ രംഗത്ത് വലിയ തരത്തിലുള്ള അശാന്തിയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ലോക സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ പോകുന്ന ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ മധ്യപൂർവേഷ്യ. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതിനും ആഗോള വിപണിയിൽ കടുത്ത അസ്ഥിരത രൂപപ്പെടുന്നതിനും ഇത് കാരണമാക്കും. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പ്രകോപനങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുക എന്ന തന്ത്രമാണ് ഇറാൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്.
ട്രംപിന്റെ വാചാടോപങ്ങൾക്കും ഭീഷണികൾക്കും മുൻപിൽ ഒരു പടി പോലും മുന്നോട്ടു പോകാൻ ഇറാനിലെ ഭരണവർഗവും സൈന്യവും തയ്യാറല്ലെന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭയും മറ്റു വൻ ശക്തി രാജ്യങ്ങളും ഇടപെടേണ്ടതിന്റെ ആവശ്യകത എപ്പോഴത്തെക്കാളും വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസവും വിരോധവും അത്രത്തോളം ആഴത്തിലുള്ളതായതിനാൽ നയതന്ത്ര ചർച്ചയ്ക്ക് എത്രത്തോളം വിജയം കാണാനാകുമെന്നതും സംശയകരമാണ്. സെൻസിറ്റീവായ ഈ ഘട്ടത്തിൽ ട്രംപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. മുന്നറിയിപ്പുകൾ അവഗണിച്ച് സൈനിക നീക്കത്തിന് അമേരിക്ക തുനിഞ്ഞാൽ അത് ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാരസ്പരിക ഭീഷണികളും വാക്പോരുകളും അതിർത്തി കടന്ന് ആക്രമണങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ആഘാതം ഏൽക്കേണ്ടി വരുന്നത് നിരപരാധികളായ സാധാരണക്കാർക്കാണ്. അനാവശ്യമായ യുദ്ധക്കൊതിയും പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റങ്ങളും ഒഴിവാക്കി സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താൻ ഇരു കൂട്ടരും തയ്യാറായില്ലെങ്കിൽ ലോകം വലിയൊരു ദുരന്തത്തെയായിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരിക.